ഉരുൾപൊട്ടലിൻ്റെ തലേ ദിവസം ഞങ്ങളുടെ വയനാട് പ്രതിനിധി സുർജിത്ത് അയ്യപ്പത്ത് മുണ്ടക്കയിലേക്കും പുഞ്ചിരിമഠത്തേക്കും പോയിരുന്നു. ഈ സുർജിത്തിനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഒരു യുവാവാണ് രമേശ് എന്ന് പറയുന്നത്. രമേശാണ് ഈ അപകടം ആദ്യമായി 24-നെ വിളിച്ചറിയിക്കുന്നത്. അത്ഭുതകരമായിട്ടാണ് രമേശ് കുടുംബവും ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. വീട് പൂർണ്ണമായും രമേശിന് നഷ്ടപ്പെട്ടു. സുർജിത്ത് അയ്യപ്പത്ത് തത്സമയം ചേരുന്നു വിവരങ്ങളുമായി. പറയൂ സുർജിത്ത്. SKN ഇതിന്റെ തലേ ദിവസം, ഉരുൾപൊട്ടലിന്റെ തലേ ദിവസം മണിക്കൂറുകൾക്ക് മുമ്പാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയപ്പോൾ ഞാൻ ആളുകളുടെ പ്രതികരണം എടുക്കുകയായിരുന്നു. ഒപ്പം രമേഷും ഉണ്ടായിരുന്നു. രമേഷാണ് ഒരു ജീപ്പിൽ ഇവിടെ നിന്ന് എന്നെ മുകളിലേക്ക് പുഞ്ചിരിമട്ടത്തേക്ക് കൊണ്ടുപോയത്. പുഞ്ചിരിമട്ടം പ്രദേശത്തെ ആളുകളുടെ പ്രതികരണം എടുക്കുമ്പോഴൊക്കെ രമേഷ് കൂട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഒരു ചായയും കുടിച്ച് പിരിഞ്ഞതാണ്. അന്ന് രാത്രി രമേഷ് എന്നെ പുലർച്ചെ വിളിക്കുകയാണ്. എന്നെ വിളിച്ച ശേഷം പറയുകയാണ് അപകടത്തിലാണ്. ആ സന്ദേശം എത്രമാത്രം ഭീതിതമായ ഒരവസ്ഥയാണെന്ന് രമേഷ് പങ്കുവെച്ച ആ ഓഡിയോയിലുണ്ട്. ഇപ്പോഴും അത് സേവ്ഡ് ആണ് എൻ്റെ കയ്യിൽ ആ ഓഡിയോ. രമേഷ് പറയുന്നുണ്ട് ഞങ്ങൾ പെട്ടുപോയി, രക്ഷപ്പെടുത്തണമെന്ന്. അതിനുശേഷം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീണത്. രമേഷ് നമ്മോടൊപ്പം ചേരുകയാണ്. രമേഷ്, അന്ന് തലേ ദിവസം വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു നമ്മൾ. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നുള്ള ഭീതി ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയാവും എന്നുള്ളത് നമ്മൾ ആരും കരുതിയതല്ല, അല്ലേ രമേഷ്? അതെ, അതായത് ഞാൻ നിങ്ങളെ കൊണ്ടുപോയി മുണ്ടക്കെ കൊണ്ടുപോയി അവിടുത്തെ അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ ചെയ്തതാണ്. പക്ഷേ അതിനുശേഷം ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. കാരണം രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി അർദ്ധരാത്രി 4 മണിക്ക് തുടങ്ങിയ പ്രകൃതിയുടെ എന്താ പറയുക താണ്ഡവം അല്ലാതെ രൂക്ഷമായി. ഇപ്പോൾ നമ്മുടെ ഏരിയ കംപ്ലീറ്റും പോയി. എന്ത് ചെയ്യും? വ്യക്തിപരമായ കുറെ നഷ്ടങ്ങൾ ഉണ്ടായല്ലോ, അതിനെക്കുറിച്ച് പറഞ്ഞു. ഉണ്ട്. ഇപ്പൊ എന്റെ വീട് സ്ഥലങ്ങളെല്ലാം ഭാഗ്യമായിട്ട് പോയി, ഒന്നുമില്ല. ഇനി നാളെ എന്നൊരു ചോദ്യചിഹ്നമാണ് ഇപ്പൊ എന്റെ മുമ്പിലുള്ളൂ. എന്റെ ഏട്ടൻ, എന്റെ അമ്മ സേഫാണ്, ഓൾറെഡി എല്ലാം സേഫാണ്. പക്ഷേ ബാക്കിൽ നിന്നും ബൂസ്റ്റ് ചെയ്യുന്ന ആളുകൾ എന്ന് വെച്ചാൽ എന്തിനും ഏതിനും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ആളുകളെല്ലാം ഇന്നും മണ്ണിന്റെ അടിയിലാണ്. അത് എന്നെ വല്ലാതെ, എനിക്ക് എന്നെ ആരെങ്കിലും ഒന്ന് ചിരിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അത്രത്തോളം ഒരു മാനസികമായിട്ട് തളർന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അന്ന് രാത്രി രമേശ് വിളിക്കുമ്പോൾ ശരിക്കും ആ ഭീതി ഞാൻ അനുഭവിച്ചാണ്. എൻ്റെ ചെവിയിൽ പുലർച്ചെ നേരത്താണ് രമേശ് വിളിക്കുന്നത്. വല്ലാത്തൊരു ഭീതി ഉണ്ടായിരുന്നു. ഏതോ ഒരു കെട്ടിടത്തിന്റെ മുകളിലാണ്. എങ്ങനെയായിരുന്നു അത്? ആ സംഭവം ഒന്ന് വിവരിക്കൂ, എന്തായിരുന്നു? ഓർക്കാൻ ഒരിക്കലും ഓർക്കരുതെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ പല സെക്കൻഡുകളും ഞാൻ ഫ്രീ ആവുന്ന പല സെക്കൻഡുകളും അതെനിക്ക് എന്നെ വല്ലാതെ ഭീതിയിലാക്കുന്നു. കാരണം ടോർച്ചിന്റെ വെളിച്ചത്തിലാണ് ഞാനിതെല്ലാം കാണുന്നത്. കാരണം ഒരു മലയാണ്, എന്നുവെച്ചാൽ ഒരു മൗണ്ടൻ ആണ്, പൊളിഞ്ഞ് മരങ്ങളെല്ലാം എയറിലാണ് വരുന്നത്. ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത, എന്നുവെച്ചാൽ മനസ്സുകൊണ്ട് മരിച്ചു, അതായത് നമ്മൾ മരിക്കാൻ പോവുകയാണ്. നമ്മളെ നേരെ നമ്മുടെ മരണത്തെ എന്ന് വെച്ചാൽ നമ്മളെ റാഞ്ചാൻ വരുന്ന, എങ്ങനെയാ പറയാ, അപ്പോൾ അത് എൻ്റെ നേരെ ഒരു ട്രെയിൻ വരുന്ന ഫീലാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ അമ്മനെ സേഫ് ആക്കണം, എൻ്റെ ഏട്ടനെ സേഫ് ആക്കണം. ഞാൻ കയറി നിന്ന് അയൽവാസിയുടെ ഒരു വീടിന്റെ ടെറസിന്റെ മണ്ടലാണ് നിന്നത്. പക്ഷെ വളരെ സേഫാണെന്നുള്ള രീതിയിലാണ് നമ്മൾ ഓടിക്കേറിയത്. പക്ഷെ നോക്കുമ്പോൾ രണ്ടാമത്തെ ഉരുൾപൊട്ടിയലിൽ ഞങ്ങള് മരണത്തെ മുഖാമുഖം കണ്ടു എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ആ ഒരു നിമിഷത്തിൽ എനിക്ക് 24-ലെ നിങ്ങളെ വിളിക്കാനാണ് എനിക്ക് തോന്നിയത്. വേറെ ആരും രക്ഷിക്കാൻ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ. മാത്രമല്ല ആരും വിളിച്ചിട്ട് കാര്യമില്ല, ആരും ഫോൺ എടുക്കുന്നില്ല. 101-ലേക്ക് വിളിച്ചു, പോലീസ് ഫയർഫോഴ്സിനെ ഏൽപ്പിച്ചു. പക്ഷെ അവര് കൽപ്പറ്റയിൽ നിന്ന് ഇവിടെ എത്തുമ്പോൾ 1 hour-ആയി. ഇവിടെ എത്താൻ നേരം ആകുമ്പോഴേക്കും ഇത് മൊത്തത്തിൽ ഞങ്ങളെ കാർന്നു. എന്നെ വിളിക്കാൻ തോന്നിയത് ആ സമയത്താണ് എനിക്ക് നിങ്ങളെ വിളിക്കാൻ തോന്നിയത്. ഞാൻ നമ്പർ സേവ്ഡ് ആയിരുന്നു. ചേട്ടാ, എനിക്ക് രക്ഷയില്ല. കാരണം ഞങ്ങൾക്ക് വേറെ ചുറ്റിനും എല്ലാം പോയി, ഞങ്ങൾ മാത്രം നിൽക്കുന്നു, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിളിക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായില്ല. അതായത് ജീവിതത്തിന്റെയും മരണത്തിന്റെയും അനർഘ നിമിഷം ഞാൻ കണ്ടു. അതായത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഈ പുലർച്ചെ 4 മണി എന്ന് പറയുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഇപ്പോൾ. എന്തായാലും SKN, അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം. കാരണം ഞാൻ അന്വേഷിച്ചിരുന്നൊരു മുഖം ആയിരുന്നു. അദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷെ വീടും ഒക്കെ നഷ്ടപ്പെട്ടു. എന്തായാലും അതൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റും, അല്ലേ? ആത്മവിശ്വാസമുണ്ട്. പക്ഷെ ഇനി അതിന് കുറച്ച് സമയം പിടിക്കും. കാരണം ഒരു ചോദ്യചിഹ്നമാണ് ഇപ്പൊ ജീവിതത്തില്. നമുക്ക് നാളെ എന്നൊരു ഫ്യൂച്ചർ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇനി അതിന് നമുക്കൊരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു നാളെയായിപ്പോയി. ഒരു എന്ത് ചെയ്യും, എങ്ങനെയാണ് കുറിച്ച് ഒരു ഐഡിയ ഇല്ല. എല്ലാം കഴിയും രമേശ്, എല്ലാം കഴിയും, എല്ലാം നടക്കും. രമേശ്, താങ്കൾ തനിച്ചാകില്ല രമേശ്, ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാകും
എനിക്കറിയാം സുർജിത്തിനെ അവിടെ എല്ലാം കൂട്ടിക്കൊണ്ടുപോയിട്ട് താങ്കൾ സുഖമായി ഉറങ്ങാൻ പോയതാണ്. ആ രാത്രിയിലാണ് ഇതൊക്കെ സംഭവിച്ചത്. തീർച്ചയായിട്ടും നമ്മളുണ്ടാകും. സുർജിത്തെ ഒരു കാര്യം കൂടി അത് അദ്ദേഹത്തോട് പറഞ്ഞേക്കും, നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞേക്കും രമേശിനോട്. സുർജിത്തെ വേറൊരു കാര്യം മറന്നുപോയ ഇതിലൊരു ചെറുപ്പക്കാരനുണ്ടെന്നൊരു പ്രേക്ഷകൻ എഴുതുകയാണ്, സുബിച്ചൻ. കുറേ പേരെ രക്ഷപ്പെടുത്തി അവസാനം സ്വന്തം ജീവൻ കൈമോശം വന്ന പ്രജീഷിനെ കുറിച്ച് പറയുന്നു. ഈ പ്രജീഷിനെ കുറിച്ച് സുർജിത്തിന് അറിയാമോ? SKN ഞാൻ കേട്ടില്ല അത്. അതായത് സുർജിത്ത് എന്നൊരു ചെറുപ്പക്കാരൻ കുറേ ആളുകളെ രക്ഷപ്പെടുത്തി അവസാനം അദ്ദേഹത്തിന് ഈ പ്രജീഷിന് സ്വന്തം ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരാളിൻ്റെ അനുഭവം അറിഞ്ഞിരുന്നോ സുർജിത്ത്? ഉവ്വ് ഉവ്വ് അറിഞ്ഞിട്ടുണ്ട്. എന്താ പ്രജീഷിന്റെ കാര്യം എന്തായിരുന്നു? പ്രജീഷിന്റെ വീട് അട്ടമല ഭാഗത്തല്ലേ? അട്ടമല ഭാഗത്താണ് പ്രജീഷിന്റെ വീട്. പ്രജീഷിന്റെ നമ്മളൊരു തത്സമയ സംപ്രേഷണത്തിൽ പ്രജീഷിന്റെ അമ്മാവനെയും പ്രജീഷിന്റെ മറ്റൊരു ബന്ധുവിനെയും നിർത്തി നമ്മൾ ആ വിഷയം മുഴുവൻ സംസാരിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചാണ്. ഇവിടെ റെസ്ക്യൂ നടത്തുകയായിരുന്നു അദ്ദേഹം. അതിനിടയിൽ ഒടുവിൽ ഈ ദുരന്തത്തിൽ പെട്ടുപോയ പ്രജീഷിനെ കുറിച്ച് എനിക്ക് അറിയാം SKN. ഓക്കെ, താങ്ക് യു. എന്തായാലും രമേശിനോട് നമ്മുടെ അന്വേഷണം പറഞ്ഞേക്കുക. രമേശ് ഒറ്റയ്ക്കാകില്ല, നമ്മൾ കൂടെ ഉണ്ടാകും എന്നുകൂടി പറഞ്ഞേക്കൂ ഏത് രീതിയിലും. ഓക്കെ, താങ്ക് യു സുർജിത്ത് അയ്യപ്പത്താൻ, താങ്ക് യു രമേശ്. ഇനിയൊരു ഇടവേള.